ഹലോ കുട്ടീസ്, എല്ലാവർക്കും നിളാവേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ പഠിക്കാൻ പോകുന്നത്. നാളെ എക്സാം ആണല്ലേ, ലാസ്റ്റ് എക്സാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കി വെക്കാം. മാച്ച് ദ ഐറ്റംസ് എ ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി. മാച്ച് ചെയ്യാം. ഹാരപ്പൻ സിവിലൈസേഷൻ ഗ്രേറ്റ് ബാത്ത്, മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത്. ചൈനീസ് സിവിലൈസേഷൻ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ സിഗരറ്റ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സ്ഫിങ്സ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും പറയാം. ഹാരപ്പൻ സിവിലൈസേഷൻ ഗ്രേറ്റ് ബാത്ത്, ചൈനീസ് സിവിലൈസേഷൻ പിക്ടോഗ്രാഫി സ്ക്രിപ്റ്റ്, മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ സിഗരറ്റ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സ്ഫിങ്സ്. ഓക്കെ, മറക്കരുത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഇതേ ടൈപ്പിൽ വേറെ ആവും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കണം. ഓക്കെ, ഹാരപ്പൻ സംസ്കാരം മെലിയകുളം ഗ്രേറ്റ് ബാത്ത്, ചൈനീസ് സംസ്കാരം ചിത്രലിപി, മെസോപ്പൊട്ടാമിയൻ സംസ്കാരം സിഗുറാത്ത്, ഈജിപ്ഷ്യൻ സംസ്കാരം സ്ഫിങ്സ്. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഹാരപ്പ സംസ്കാരം മെലിയകുളം, ചൈനീസ് സംസ്കാരം ചിത്രലിപി, മെസോപ്പൊട്ടാമിയൻ സംസ്കാരം സിഗുറാത്ത്, ഈജിപ്ഷ്യൻ സംസ്കാരം സ്ഫിങ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൗതിക അപക്ഷയവും രാസിക അപക്ഷയവും തമ്മിലുള്ള വ്യത്യാസം. ഫിസിക്കൽ വെതറിങ്ങും കെമിക്കൽ വെതറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഫിസിക്കൽ വെതറിങ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയൻസ് ഇൻ ടെമ്പറേച്ചർ, ഫ്രീസിങ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത്? ഭൗതിക അപക്ഷയം. താപത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം ശിലകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത്. ഓക്കെ, അടുത്തത് കെമിക്കൽ വെതറിങ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്ട് വിത്ത് ദ മിനറൽസ് ആൻഡ് റിസൾട്ട് ഇൻ ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്. അപ്പോൾ എന്തൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയവ ശിലാധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം. ഓക്കെ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലം തുടങ്ങിയിട്ടുള്ള ധാതുക്കളുമായിട്ട് ശില രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്ത്? രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ നിയോളിത്തിക് ഏജ്. നിയോളിത്തിക് ഏജ്, പാലിയോളിത്തിക് ഏജ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ചാൽക്കോളിത്തിക് ഏജൊക്കെ. അതിന് നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതാണ് നമുക്ക് വിശദമാക്കേണ്ടത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് നോക്കി നോക്കാം ആൻസർ എന്താണെന്ന്. ഓക്കെ, man began to use polished stone tools, beginning of cultivation, the change from food gathering to food production. Man began to settle down in the river valleys, began to rear animals for food. Wheat, barley, jute, different kinds of tubers, paddy, plantain, etc. were the major crops of that age. Wheels were used. They led to a collective life. Technological progress. Water transportation started. കുറേ ഉണ്ടല്ലേ ഇംഗ്ലീഷിൽ. അപ്പോൾ ഒരു 5-6 പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിയോളിത്തിക് ഏജിന്. കുറച്ചധികം മാർക്കിൽ വരികയാണെങ്കിൽ കുറച്ചധികം എഴുതണമല്ലോ. അപ്പോൾ പറ്റുന്നത് അധികം പഠിച്ചു വയ്ക്കുക. പിന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ചു, കൃഷി ആരംഭിച്ചു, ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് മാറ്റം. അവരാദ്യം ഭക്ഷ്യ ശേഖരണമാണ് നടത്തിയിരുന്നത് അല്ലേ, പിന്നെന്താ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. സ്ഥിരവാസം ആരംഭിച്ചു, മൃഗപരിപാലനം ആരംഭിച്ചു, പിന്നെന്താ ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകളൊക്കെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ ചക്രങ്ങൾ ഉപയോഗിച്ചു, ജലഗതാഗതം ആരംഭിച്ചു, കുടിയേറ്റം ആരംഭിച്ചു, കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു, സാങ്കേതിക നേട്ടങ്ങൾ ഉണ്ടായി. ഓക്കെ, അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു, ജലഗതാഗതത്തിലൂടെയൊക്കെ ഗതാഗതമൊക്കെ തുടങ്ങി, കളിമണ്ണ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി, സാങ്കേതിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ എന്താ? നിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. വേറെയും കുറേ മാറ്റങ്ങളുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതും നന്നായിട്ട് വായിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റോക്സ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ.
രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ തരംതിരിച്ച് വിശദമാക്കുക. അപ്പോൾ ശിലകൾ രൂപം കൊള്ളുന്നത് പലതരത്തിലാണ് അല്ലേ, അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് റോക്സ് ഇഗ്നിയസ് റോക്സ് ഫോംഡ് ബൈ ദ മോൾട്ടൻ റോക്ക് മെറ്റീരിയൽ റൈസിങ് ത്രൂ ദ fissures in the crust and solidifying either on the surface of the earth or within the crust itself. As all other rocks types are formed from the igneous rocks, they are called primary rocks. Example, granite, basalt. Sedimentary rocks. Rocks undergo weathering in course of time. The debris so formed will be deposited in the low regions as layers. These materials gradually get lithified and transformed into sedimentary rocks. Example, sandstone, limestone. അടുത്തത് മെറ്റമോർഫിക് റോക്സ്. When rocks undergo physical and chemical changes due to high temperature and pressure, metamorphic rocks are formed. Example എന്താ, മാർബിൾ, സ്ലൈറ്റ്. മെറ്റമോർഫിക് റോക്സ് ആർ പ്രൊമിനൻ്റ് ഇൻ കേരള. ഓക്കെ, അപ്പം 3 റോക്സ് ആണുള്ളത് അല്ലേ. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. ആഗ്നേയശില. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുക്കിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്നത്. ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുക്കിയ ശിലാദ്രവം ഭൗമോപരിതലത്തോ ഭൂവൽക്കത്തിനുള്ളിലോ വെച്ച് തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ആഗ്നേയശില. മറ്റെല്ലാ ശിലകളും ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? ആഗ്നേയശിലകളിൽ നിന്നാണ് രൂപമാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്നും അറിയപ്പെടുന്നുണ്ട്. ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്. അടുത്തത് അവസാദശില. ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലായി പാളികളായി നിക്ഷേപിക്കപ്പെട്ട് ഉറച്ചുണ്ടാകുന്ന ശിലകൾ. പാളികളായി കാണപ്പെടുന്നത് കൊണ്ട് അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ് അടുക്കുശിലകൾ? മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് ഉദാഹരണങ്ങൾ. അടുത്ത കായാന്തരിത ശില. ഉയർന്ന മർദ്ദം, താപം എന്നിവ മൂലം ശിലകൾക്ക് ഭൗതികവും രാസപരവുമായ മാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകൾ. താപം, മർദ്ദക കാരണം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കായാന്തരിത ശില എന്ന് പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് എന്ത്? കായാന്തരിത ശില. ഉദാഹരണം മാർബിൾ, സ്ലൈറ്റ്. അപ്പോൾ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ആഗ്നേയശില എന്നും പിന്നെന്താ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന അവസാദശില എന്നും പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശില. ഓക്കെ, ചിലപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനാലിസിസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്. പിരമിഡ്, ആർട്ട് ഓഫ് റൈറ്റിംഗ്, സയൻസ്. ഈജിപ്ഷ്യ സംസ്കാരത്തിൻ്റെ സംഭാവനകൾ താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. എന്തൊക്കെയാണ്? പിരമിഡ്, എഴുത്തുവിദ്യ, ശാസ്ത്രം. അപ്പോൾ ആരുടെയാണ്? ഈജിപ്ഷ്യ സംസ്കാരത്തിൻ്റെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. പിരമിഡ്, ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ദ ബോഡി ഓഫ് ദ ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്ത്. എ കോപ്സ് പ്രിസർവ്ഡ് ദസ് ഈസ് കോൾഡ് എ മമ്മി. Pyramids were tombs where the mummies were preserved. They remain as evidence for the excessive use of labor and wealth. Art of writing. It is known as hieroglyphics, which means sacred writing. They used the leaves of the plant called papyrus for writing. Science. They formulated a solar calendar. As per this calendar, a year had 365 days. A year was divided into 12 months of 30 days each. The remaining 5 days were set aside for celebrations. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതിനൊക്കെയാണ് പിരമിഡ് ഉണ്ട്, ആർട്ട് ഓഫ് റൈറ്റിംഗ് ആൻഡ് സയൻസ്. ഓക്കെ, മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഈജിപ്തിലുണ്ടായിരുന്നു. ഇത് കേടുകൂടാതെയാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ഇതിനെന്താണ്? മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. ഈ മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങളാണ് ഈ പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എഴുത്തുവിദ്യ എന്താണ്? ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് എഴുതിയിരുന്നത്. അടുത്ത ശാസ്ത്രം. കലണ്ടർ തയ്യാറാക്കി ഒരു വർഷത്തെ 365 ദിവസമാക്കി 30 ദിവസമുള്ള 12 മാസങ്ങളാക്കി ബാക്കി വന്ന 5 ദിവസങ്ങളെ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. ഇതൊക്കെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് എക്സാം എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.